ഇന്ന് ഒരു വഴുതിരിങ്ങ തോരൻ ഉണ്ടാക്കാം. 6 വഴുതിരിങ്ങ എടുത്ത് ഇതുപോലെ മുറിച്ച് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴുതിരിങ്ങ എടുക്കാം. ഇനി 3 ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിട്ട് ഈ മുറിച്ച വഴുതിരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കും. അധിക പേർക്കും വഴുതിരിങ്ങ തോരൻ ഇഷ്ടമല്ല. എന്നാൽ ഇങ്ങനെ വഴുതിരിങ്ങ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടാത്തവർ കൂടി ഇഷ്ടപ്പെടും. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ കോരി മാറ്റാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പകുതി സവാള ഇട്ട് 5-6 വെളുത്തുള്ളിയും കൂടി മുറിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 തണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. വേറെ കറിയൊന്നുമില്ലെങ്കിലും ഈ വഴുതിരിങ്ങ തോരൻ കൂട്ടി ചോറ് കഴിക്കാൻ സൂപ്പറാണ്. സവാളയെല്ലാം മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 നുള്ളി മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച വഴുതിരിങ്ങ ഇതിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കാം. വലിയ വഴുതിരിങ്ങ ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ തോരൻ ഉണ്ടാക്കിയാൽ സൂപ്പറാണ്. ഇനി വഴുതിരിങ്ങയെല്ലാം ഇങ്ങനെ വെച്ച ശേഷം ഇതിന് മുകളിലായി ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ഇളക്കിയ ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സിമ്മിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മുട്ട വെന്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ഇളക്കി ചേർത്താൽ ഇത് റെഡിയായി. ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ.